ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് സെം എംകോമിലെ മാനേജ്മെൻറ്റ് സയൻസിലെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിലെ ആദ്യത്തെ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലമാണ് നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ. ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഫൈൻഡ് ദി ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ ടു ദ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഗിവൺ ബിലോ ബൈ നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ. നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. ഈ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യാമെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു മെട്രിക്സ് റീറൈറ്റ് ചെയ്യണം. അതിനകത്താണ് നമ്മൾ ഫസ്റ്റത്തെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും ചെയ്യാൻ പോകുന്നത്. നമ്മൾ 1 നമ്പർ ഇട്ടിട്ട് നമ്മളുടെ മെട്രിക്സ് നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും വരയ്ക്കും. ഈ സെയിം തന്നെ എന്ത് ചെയ്താൽ മതി, നോക്കി തിരിച്ച് ഡ്രോ ചെയ്താൽ മതി. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. 3 ഡെസ്റ്റിനേഷൻസ് ആണുള്ളത്: D1, D2, D3. പിന്നെ ഇപ്പുറത്ത് കുറച്ച് സപ്ലൈൻ്റെ വാല്യൂസും ഉണ്ട്, താഴെയും കുറച്ച് ഡിമാൻഡ് വാല്യൂസും ഉണ്ട്. ഇതെല്ലാ ക്വസ്റ്റ്യനിലും ഇങ്ങനെ തന്നെയാണ്. ഹെഡിങ്സ് ഒന്നും നിങ്ങൾ നോക്കണ്ട, ബേസിക് ആയിട്ടുള്ള ഐഡിയ മനസ്സിലാക്കി വെച്ചാൽ മതി. നമുക്ക് എല്ലാ പ്രോബ്ലവും ഒരേ ടൈപ്പിലാണ് ചെയ്യാനുള്ളത്. നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യുക, വാല്യൂസ് റീറൈറ്റ് ചെയ്യുക കേട്ടോ. ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ ക്വസ്റ്റ്യൻ നമ്മളിങ്ങനെ എടുത്തെഴുതാം. ഓക്കെ, ബോക്സസ് ആക്കുക. ഓക്കെ, നമ്മൾ ചെയ്യുന്നത് നോർത്ത് വെസ്റ്റ് കോർണർ റൂളാണ്. അതായത് ഈ ക്വസ്റ്റ്യനകത്ത് എല്ലാ എൻട്രീസും വരിക ഈ കോളത്തിലായിരിക്കും. അതായത് ഇവിടെ ഏത് കോളമാണോ ഏറ്റവും നോർത്ത് വെസ്റ്റ് കോർണറിൽ വരുന്നത് ഈ കോളത്തിലാണ് നമ്മൾ എൻട്രി ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എൻട്രി കൊടുക്കുക എവിടെയാണ്, 2 എന്നുള്ള, അതായത് D1 O1 എന്ന് പറഞ്ഞാൽ ഈ കോളത്തിലാണ് നമ്മൾ എന്ത് കൊടുക്കാൻ പോകുന്നത്, എൻട്രി കൊടുക്കാൻ പോകുന്നത്. അവിടെ എന്താ എൻട്രി കൊടുക്കുക, ഈ 2 ഭാഗം നമ്മൾ നോക്കും. സപ്ലൈൻ്റെ വാല്യൂം ഡിമാൻഡിൻ്റെ വാല്യൂം നോക്കിയിട്ട് അതിൽ ഏതാണോ ചെറുത് അത് നമ്മൾ കൊടുക്കും. ഇവിടെ 7ഉം 5ഉമാണ്, അപ്പോൾ 5ആണ് ചെറുത്. അപ്പോൾ നമ്മൾ ഈ കോളത്തിൽ 5 എന്ന് എൻട്രി കൊടുക്കും. കണ്ടോ, എന്തുകൊണ്ടാണ് കൊടുത്തത്? 2 വാല്യൂസ് കമ്പയർ ചെയ്യുന്നു, ഏറ്റവും സ്മോളർ വാല്യൂ ഏതാണോ അതാണ് കൊടുക്കുക. 5 കൊടുത്തതുകൊണ്ട് തന്നെ നമ്മൾ ഈ കോളാണ് എന്ത് ചെയ്യുക, ഒഴിവാക്കേണ്ടത്. ഒരു കോളം നമ്മൾ എല്ലാത്തിലും ഇങ്ങനെ ഒഴിവാക്കി പോകണം. 5 ആയതുകൊണ്ട് ഏത് വാല്യൂ ആണോ കൊടുത്തത് അത് കട്ട് ചെയ്യും. എന്നിട്ട് ഈ 5നെ നമ്മൾ ഈ 7 കുറച്ചിട്ട് 2 വേണം അടുത്തത് എഴുതുമ്പോൾ ഇവിടെ വാല്യൂ ആയിട്ട് എഴുതാൻ. അത് നിങ്ങൾക്ക് അടുത്ത കോളം ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളത് വരയ്ക്കുക. ഇനി വരയ്ക്കുമ്പോൾ ഈ കോളം വരയ്ക്കാൻ പാടില്ല. O1 എന്ന് പറഞ്ഞ കോളം എന്തായിപ്പോയി, കട്ടായിപ്പോയി. ഇനി വരയ്ക്കുമ്പോൾ O1 ഉണ്ടാവില്ല. O2, O3, O4 മുതൽ വേണം വരയ്ക്കുക. അത് വരച്ച് നോക്കുക. D1ഉം D2ഉം D3യും മുഴുവനായിട്ടുണ്ട്. കാരണം എന്താ, ഒന്നും കട്ടായി പോയിട്ടില്ല. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ള വാല്യൂസ് എടുത്ത് എഴുതുക. ഇത് ഉണ്ടാവില്ല, അപ്പോൾ ഈ വാല്യൂസ് മുതൽ എഴുതുക. 3, 3, 1, 5, 4, 7, 1, 6, 2. ഓക്കെ, ഇവിടെയും ഇതേ വാല്യൂസ് എടുത്ത് എഴുതുക. 8, 7, 14. ഇനി ഇവിടേക്ക് വരുമ്പം 7 എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് എഴുതാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള കോളം പോയതുകൊണ്ട് ഈ 7 ഈ 5 കുറച്ചിട്ടുള്ള 2 എന്ന് പറഞ്ഞ വാല്യൂ ആണ് നമ്മൾ എന്ത് എഴുതേണ്ടത്. 2, 9, 18. അങ്ങനെയാണ് അടുത്ത എൻട്രി എങ്ങനെ ചെയ്യും. ഈ ഒരു പുതിയ മെട്രിക്സ് നമ്മൾ ഫോം ചെയ്ത 2ാമത്തെ മെട്രിക്സ് ആണ് ഇത്. ഈ മെട്രിക്സിൻ്റെ നോർത്ത് വെസ്റ്റ് കോർണർ കോളം എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ നമ്മൾ എൻട്രി ചെയ്യും 2 അല്ലെങ്കിൽ 8. ചെറുത് 2 ആയതുകൊണ്ട് നമ്മൾ 2 എൻട്രി ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു കോളത്തിനെ നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. D1 പോയി. ഇനി ബാക്കി D2, D3 മാത്രമേ ഉള്ളൂ. അപ്പോൾ D1 പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ 2 ആണല്ലോ എൻട്രി ചെയ്തത്. അപ്പോൾ ഈ 2നെ നമ്മൾ എന്ത് ചെയ്യണം, 8 നിന്ന് ലെസ് ചെയ്തിട്ട് വേണം അടുത്ത കോളം വരയ്ക്കുമ്പോൾ വാല്യൂ എഴുതാൻ. അങ്ങനെയാണെങ്കിൽ 3ാമത്തെ മെട്രിക്സ് നോക്കൂ. 3ാമത്തെ മെട്രിക്സ് നമ്മൾ വരയ്ക്കുമ്പം D2ഉം D3യും മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം എന്താ, ഇവിടെ നമ്മൾ D1നെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏതേ ഉണ്ടാവുള്ളൂ, D2 ആൻഡ് D3 മാത്രമേ ഉണ്ടാവുള്ളൂ. സോ നമ്മൾ D2 ആൻഡ് D3, താഴേക്ക് നമുക്ക് ഏതേ ഉള്ളൂ, O2, O3, O4. ഇങ്ങനെയാണ് നമ്മൾ വാല്യൂസ് ചെയ്തേണ്ടത്. 3, 1, 4, 7, 6, 2.
ഇനി നമ്മൾ ഇവിടെ 8 എന്നുള്ള വാല്യൂ എഴുതില്ല, ഇവിടെ 8 എന്നുള്ള വാല്യൂ എഴുതില്ല. നമ്മൾ ഈ 2 ലെസ് ചെയ്തിട്ടുള്ള ഏത് വാല്യൂ ആണ് എഴുതുക? 6 ആണ് എഴുതുക. 6 എഴുതുക. ബാക്കിയൊക്കെ അതുപോലെ തന്നെ 7, 14 ഇതൊക്കെ മറ്റേത് നോക്കി അതുപോലെ തന്നെ റീറൈറ്റ് ചെയ്യുക. 9, 18. ഇനി നമ്മൾ അടുത്ത എൻട്രി കൊടുക്കുക ഈ കോളത്തിൽ ഏത് കൊടുക്കും? 6ഉം 9ഉം ആണുള്ളത്. അപ്പോൾ നമ്മൾ 6 ആണ് ചെറുത്, അതുകൊണ്ട് നമ്മൾ 6 കൊടുക്കും. എന്നിട്ട് നമ്മൾ ഈ കോളം എന്ത് ചെയ്യും? കട്ട് ചെയ്ത് കളയും. O2 പോയി. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത കോളം എഴുതുമ്പോൾ 9 എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ടാവില്ല. 6 മൈനസ് എഴുതിട്ട് വേണം എന്ത് എഴുതാൻ? അവിടെ എഴുതാൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ 4th എൻട്രി O2 പോയി. ഇനി നമുക്ക് O3 O4 മാത്രമേ ഉള്ളൂ. O3 O4 D2 D3 4 7 6 2. ഇത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഏത് കുറയ്ക്കണം? ഇവിടെ 9 എന്ന് പറഞ്ഞ വാല്യൂ എഴുതാൻ പറ്റില്ല, 6 പോയിട്ടുള്ള വാല്യൂ എഴുതണം. അപ്പോൾ 3 ആണ് വരിക. 3 ആണ് ഇവിടെ വരിക. 18 അങ്ങനെ തന്നെ വരും. പിന്നെ 7ഉം 14ഉം അങ്ങനെ തന്നെ എഴുതും. ഇനി ഇതിനകത്ത് എൻട്രി നടത്തുക. ഈ 4 എന്ന് പറഞ്ഞ കോളത്തിലാണ് നമ്മൾ എൻട്രി ചെയ്യാൻ പോകുന്നത്. സ്മോളർ വാല്യൂ 3 ആണ്, അതുകൊണ്ട് 3 എഴുതും. ഈ കോളം നമ്മൾ എന്ത് ചെയ്യും? കട്ട് ചെയ്ത് കളയും. D2 പോവും. അപ്പോൾ ഇനി ബാക്കി എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? D3 മാത്രമേ ഉണ്ടാവുള്ളൂ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. D3 മാത്രമാണ് നമുക്ക് എന്തുള്ളത്? ബാക്കിയുള്ളത് D3, പിന്നെ O3 ഉണ്ട്, O4 ഉണ്ട്. വാല്യൂസ് വരുന്നത് 7ഉം 2ഉം ആണ്. ഈ കോളം നമ്മൾ എന്തായിട്ടുണ്ട്? കംപ്ലീറ്റ്ലി പോയിട്ടുണ്ട്. 7ഉം 2ഉം പോയി. ഇനി നോക്കുക, നമ്മൾ 3 ആണ് എൻട്രി ചെയ്തത്, അതുകൊണ്ട് നമ്മൾ 7ന് 3നെ മൈനസ് ചെയ്യണം. 7ന് 3 പോയാൽ എത്രയാ? 4 ആണ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ 4 14 ഇവിടേക്ക് വരുമ്പോൾ 18ഉമാണ് വാല്യൂ വരിക. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നോർത്ത് വെസ്റ്റ് കോർണർ റൂളാണ് വരുന്നത്. ഇനി നോർത്ത് വെസ്റ്റ് കോർണർ റൂളൊന്നും ചെയ്യാനില്ല, ആകെ 2 കോളംസേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ കോളത്തിൽ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യുക? എൻട്രി കൊടുക്കും. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഏതാണോ ചെറുത്. ഈ ഫസ്റ്റ് കോളത്തിൽ 4ഉം 18ഉം, അപ്പോൾ 4 ആണ് ചെറുത്. ഈ കോളത്തിൽ എങ്ങനെ വരും? 14ഉം 18ഉം, 14 ആണ് ചെറുത്. ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? എൻട്രിയും കൊടുക്കും. ഇത്രയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിക്ക് നമ്മൾ ചെയ്യേണ്ടത്. എന്താ നമ്മൾ ചെയ്തത്? ക്വസ്റ്റ്യൻ കിട്ടി. ഈ ക്വസ്റ്റ്യനെ നമ്മളിങ്ങനെ കോളംസ് ആക്കി. എന്നിട്ട് ഓരോ നോർത്ത് വെസ്റ്റ് കോർണറിൽ നമ്മൾ എന്ത് കൊടുത്തു? എൻട്രീസ് കൊടുത്തുകൊണ്ടേയിരുന്നു. ഇത്രയാണ് ആദ്യം നമ്മൾ ചെയ്തത്. ഇത്രയും സ്റ്റെപ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യണം? ഇതിൻ്റെ ഫൈനൽ ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ഫൈനൽ ഫീസിബിൾ സൊല്യൂഷൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം വരച്ചിട്ടുള്ള ഈ ഒരു മെട്രിക്സ് ഇല്ലേ, ഈ ഒരു മെട്രിക്സ് നമ്മൾ എന്ത് ചെയ്യണം? ഒന്നും കൂടെ റീറൈറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ 5 മെട്രിക്സ് ആണ് ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ടോട്ടലി ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഫൈനലായിട്ട് നമ്മുടെ ആദ്യത്തെ മെട്രിക്സിനെ ഒന്നുകൂടെ വരയ്ക്കണം. ഈ മെട്രിക്സിലാണ് നമ്മൾ എന്ത് കൊടുക്കാൻ പോകുന്നത്? സൊല്യൂഷൻസ് കൊടുക്കാൻ പോകുന്നത്. ഇത് ഒരു പ്രാവശ്യം കണ്ടാൽ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരിക്കും, പക്ഷേ ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഒന്ന് ടെക്നിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. എല്ലാവരും വർക്കൗട്ട് ചെയ്തിട്ട് തന്നെ എന്ത് ചെയ്യുക? പഠിക്കാം. ഇത് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ റീറൈറ്റ് ചെയ്യുന്നത്. ഇതാ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഇങ്ങോട്ടേക്ക് എഴുതുകയാണ്, വേറെ ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ. കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. നമ്മൾ ക്വസ്റ്റ്യൻ ആണ് എഴുതുന്നത്. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ ഒക്കെ എടുത്ത് എഴുതി. നമ്മൾ ഇതിന് സെല്ലിൻ്റെ നമ്പേഴ്സ് നിർബന്ധമായിട്ടും കൊടുക്കണം, കാരണം ഇതിനകത്ത് നമ്മൾ ഇതുവരെ ഉള്ള എല്ലാം അടയാളപ്പെടുത്താൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ തന്നെയായി. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഈ ഓരോ മെട്രിക്സിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള വാല്യൂസും നമ്മൾ എന്ത് ചെയ്യണം? ഇതിനകത്തൊന്ന് അടയാളപ്പെടുത്തണം. അങ്ങനെയാണെങ്കിൽ നോക്ക്, ആദ്യം നമ്മൾ അടയാളപ്പെടുത്തി എഴുതില്ല. O1 D1ൽ 5 എന്നുള്ള വാല്യൂ ആണ് അടയാളപ്പെടുത്തിയത്. ഇവിടെയും പോയിട്ട് നമ്മളിതാ O1 D1ൽ 5 എന്നുള്ള വാല്യൂ അടയാളപ്പെടുത്തുക. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നാമത്തെ നമ്മൾ എന്ത് ചെയ്തു. ഇനി രണ്ടാമത്തെ നോക്ക്. രണ്ടാമത്തെ നമ്മൾ ഏതിൽ അടയാളപ്പെടുത്തിയത്? D1 O2ലാണ് നമ്മൾ അടയാളപ്പെടുത്തിയത്. ഇതാ D1 O2 ഇതല്ലേ കോളം. എത്ര വാല്യൂ വരുന്നത്? 2 വാല്യൂ. 2 അടയാളപ്പെടുത്തേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ രണ്ടാമത്തോ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ അടയാളപ്പെടുത്തി. ഓക്കെ അല്ലേ? D1 O2ൽ. ഇനി മൂന്നാമത്തേലേക്ക് പോകുമ്പോൾ എത്രയാ? D2 O2. D2 O2ൽ 6. ഇതാ D2 ഇതാണല്ലോ, O2 ഇതുമാണല്ലോ. ഇതാ ഇവിടെ 6. ഓക്കെ, ഇനി നാലാമത്തേലേക്ക് പോകുമ്പോൾ, മൂന്നാമത്തെ കഴിഞ്ഞു. ഇനി നാലാമത്തേലേക്ക് പോകുമ്പോൾ എത്രയാ? D2 O3. D2 O3 ഇതാണല്ലോ കോളം. ഇവിടെ എത്ര വരും?
3 വരും. ഓക്കെ അല്ലേ? D2O3. ഇനി അഞ്ചാമത്തേലേക്ക് പോകുമ്പോൾ എത്രയാണ്? D3O3. D3O3 ഇതാണ് കോളം വരുന്നത്. ഇവിടെ എത്രയാണ് വാല്യൂ വരുന്നത്? 4 എണ്ണം വരുന്നുണ്ട്. ഇതിൽ 2 വാല്യൂസ് വരുന്നുണ്ടല്ലോ. D3O3യിലും വരുന്നുണ്ട്, D3O4ലും വരുന്നുണ്ട്. D3O4 ഇവിടെയും വാല്യൂ വരുന്നുണ്ട് 14. ഇത്രയാണ് എന്ത് നമ്മൾ ഇത്രയും നേരം കണ്ടുപിടിച്ച ഫീസിബിൾ സൊല്യൂഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും? നോക്കൂ, നമ്മൾ ഓരോ സെല്ലും നമ്മൾ അലോക്കേറ്റ് ചെയ്ത ക്വാണ്ടിറ്റി ഇൻറ്റു സെൽ കോസ്റ്റ് നമ്മൾ ഇൻറ്റു ചെയ്യാൻ പോവുകയാണേ. 5 നമ്മൾ അലോക്കേറ്റ് ചെയ്തിട്ടുള്ള എന്ത് ക്വാണ്ടിറ്റി ഇൻറ്റു സെല്ലിൻ്റെ കോസ്റ്റ് എത്ര? 2. അപ്പോൾ ഫസ്റ്റ് 5 ഇൻറ്റു 2 പ്ലസ് ഈ രണ്ടാമത്തത് 2 ഇൻറ്റു 3 പ്ലസ് 6 ഇൻറ്റു 3. അതായത് അലോക്കേഷൻ വന്നിട്ടുള്ള സെല്ല് മാത്രം ഇൻറ്റു ചെയ്യുക. 3 ഇൻറ്റു അടുത്തത് 3 ഇൻറ്റു 4 പ്ലസ് 4 ഇൻറ്റു 7 പ്ലസ് 14 ഇൻറ്റു 2. ഇത്രയാണ് നമുക്ക് എന്ത് വരിക? അലോക്കേഷൻ വരിക. 5 ഇൻറ്റു 2 10, 2 3 6, 6 3 18, 3 4 12, 4 7 28, 14 ഇൻറ്റു 2 28. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 102 102 എന്ത് കിട്ടുക? ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. അതായത് ക്വസ്റ്റ്യൻ നമുക്കൊരു മെട്രിക്സ് ആയിട്ട് തരും. നോർത്ത് വെസ്റ്റ് കോർണറിൽ നമ്മൾ ഓരോന്നിലും ചെറിയ വാല്യൂസ് എൻറ്റർ ചെയ്തിട്ട് മറ്റേ ഓപ്പോസിറ്റ് വാല്യൂ കുറച്ച് വരും. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഇങ്ങനെ ഒരു 2 മെട്രിക്സിലെത്തും. 2 മെട്രിക്സിലെത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ വാല്യൂസ് ഇതുവരെ നമ്മൾ അലോക്കേറ്റ് ചെയ്ത എല്ലാ വാല്യൂസും നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വരച്ചിട്ട് അതിൽ കൊണ്ടുപോയിട്ട് ലൊക്കേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കും? ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കണ്ടുപിടിക്കും. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അലോക്കേഷൻ വന്നിട്ടുള്ള സെല്ല് മാത്രം എന്ത് ചെയ്യുക? വാല്യൂസ് ഇൻഡ്യൂ ചെയ്യുക, ടോട്ടൽ ചെയ്യുക. ഇത്രയേ ഉള്ളൂ എന്ത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിൻ്റെ കേസിലേക്ക് വരുമ്പോൾ വരുന്നുള്ളൂ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് ക്വസ്റ്റ്യനാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് ചാപ്റ്ററാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അടുത്ത പ്രോബ്ലം പെട്ടെന്ന് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാം. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത സ്ഥിതിക്ക് നമുക്ക് ഇതേപോലത്തെ സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് നോക്കിയിട്ട് പോവാം. ഞാൻ വീണ്ടും ചെയ്ത് പറയുന്നില്ല, പക്ഷേ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം? നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് പോവാം. ഡിറ്റർമൈൻ ദ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ. നമുക്ക് D1 D2 D3 D4 എന്ന് 4 ഡിമാൻഡുകളും O1 O2 O3 എന്ന് 3 ഡെസ്റ്റിനേഷൻസ് ആയിട്ട് താഴേക്കും നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഒറിജിൻസും തന്നിട്ടുണ്ട്, സപ്ലൈൻ്റെ വാല്യൂസും തന്നിട്ടുണ്ട്, ഡിമാൻഡിൻ്റെ വാല്യൂസും തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ പെട്ടെന്ന് തന്നെ ആ ഒരു ഇതിനെ നമ്മൾ റീറൈറ്റ് ചെയ്തു, കോളംസ് ആക്കി വരച്ചു. നോർത്ത് വെസ്റ്റിലാണ് നമ്മൾ ഫസ്റ്റ് എൻട്രി കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ 6 എന്ന് പറഞ്ഞ കോളത്തിലാണ് ഫസ്റ്റത്തെ എൻട്രി വരിക. അവിടെ ഏത് വാല്യൂ എൻട്രി കൊടുക്കുക? 14ഉം 6ഉം. ചെറിയ വാല്യൂ 6ആണ്, അതുകൊണ്ട് നമ്മൾ 6 കൊടുക്കുന്നു. 6 ഇവിടെ ആയതുകൊണ്ട് ഈ കോളത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? കംപ്ലീറ്റ്ലി ഒഴിവാക്കും. അടുത്തതിലേക്ക് വരയ്ക്കുമ്പം D1 ഉണ്ടാവില്ല, D2 D3 D4 ആണ് ഉണ്ടാവുക. D2 D3 D4 നമ്മൾ ഈ വാല്യൂസ് ചെയ്തു. 4 9 13 1 2 6 5 7 2 പറഞ്ഞിട്ട് നമ്മൾ D2 D3 D4 വരയ്ക്കും. നമ്മൾ സപ്ലൈ ചെയ്യുന്ന സമയത്ത് 14 എഴുതില്ല. 14 ഈ 6 കുറച്ചിട്ടുള്ള വാല്യൂ ആയിട്ടുള്ള 8 ആണ് എഴുതുക. ബാക്കിയൊക്കെ അതുപോലെ നോക്കി എഴുതും. 16 5 10 15 4. ഈ 6 ഉണ്ടാവില്ല, കാരണം ഇതിനെ നമ്മൾ ക്യാൻസൽ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പുതിയ മെട്രിക്സ് കിട്ടി. പുതിയ മെട്രിക്സ് കിട്ടിയ ഇതിൽ നമ്മൾ എൻട്രി നടത്തും. നോർത്ത് വെസ്റ്റ് കോർണർ റൂളിൽ നമ്മൾ 10ഉം 8ഉം. അപ്പോൾ നമ്മൾ 8നെയാണ് എൻട്രി ചെയ്യുക, കാരണം 8ആണ് ലോവസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്. 8 എൻട്രി ചെയ്താൽ ഈ ഒരു റോ നമ്മൾ എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യും, കാരണം 8 ഇവിടെയാണുള്ളത്. അപ്പോൾ ഇങ്ങോട്ട് ക്യാൻസൽ ചെയ്യപ്പെടും. സോ O1 പോയി, ബാക്കി O2 O3 D2 D3 D4 ആണുള്ളത്. അതിനെ നമ്മൾ വരയ്ക്കും. O1 പോയി, 8 എൻട്രി ചെയ്ത് പോകുമ്പം 10ന് 8 കുറച്ചിട്ടുള്ള 2ആണ് നമ്മൾ അടുത്തതിൽ എഴുതേണ്ടത്. ഇനി നമ്മൾ അടുത്ത എൻട്രി കൊടുക്കുന്നത് ഈ ഒരു 9 എന്ന് പറഞ്ഞിട്ടുള്ള കോളം O2ലാണ്. അവിടെ എൻട്രി കൊടുക്കുമ്പോൾ എങ്ങനെയാണ് വരിക? 2ഉം 16ഉം ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ 260 എന്നുള്ളതിൽ നമ്മൾ 2 ആണ് എൻട്രി ചെയ്യുക. എന്നിട്ട് ഇങ്ങോട്ടേക്ക് കട്ട് ചെയ്യും. എന്നിട്ട് ബാക്കി ഉണ്ടാവുക 2762 ആണ്. 2 പോയതുകൊണ്ട് ഈ 16ൽ നമ്മൾ 2 കുറച്ചിട്ട് 14ആണ് അടുത്തതിൽ വാല്യൂ എഴുതുക. നോക്കൂ, ബാക്കി വരുന്നത് 2762. 14ഉം 5ഉം 15ഉം 4ഉം വരും. എന്നിട്ട് ഇവിടെ നമ്മൾ എൻട്രി കൊടുക്കും. 2ൽ 14ഉം 15ഉം, ചെറുത് 14ആണ്, അതുകൊണ്ട് 14 എൻട്രി ചെയ്യും. ഇത് കട്ട് ചെയ്യും. ഓക്കെ, ഇനി ബാക്കിയുള്ളത് ഈ ഒരു 6 2 എന്ന് പറഞ്ഞിട്ടുള്ള ലാസ്റ്റത്തെ കോളം മാത്രമാണ്.
ഒരു റോ ആണ്. അവിടെ നമ്മൾ എങ്ങനെ എൻട്രി കൊടുക്കും? 1ഉം 5ഉം കമ്പയർ ചെയ്യും, 1 കൊടുക്കും. 4ഉം 5ഉം കമ്പയർ ചെയ്യും, 4 കൊടുക്കും. അപ്പോൾ എല്ലാ എൻട്രീസും കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ മെട്രിക്സിനെ നമ്മൾ എന്ത് ചെയ്യും? റീറൈറ്റ് ചെയ്തിട്ട് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുള്ള എല്ലാ വാല്യൂസിനും ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതും. ഓക്കെ, നമുക്ക് D1 O1ലാണ് ഫസ്റ്റ് എൻട്രി കിട്ടിയത്, അതിന് നമ്മൾ എഴുതും. പിന്നെ നമുക്ക് D2 O1ലാണ് എൻട്രി കിട്ടിയത്, അത് എഴുതും. പിന്നെ നമുക്ക് എൻട്രി കിട്ടിയിട്ടുള്ളത് D2 O2ലാണ്, അത് എഴുതി. D3 O2, പിന്നെ കിട്ടിയിട്ടുള്ളത് D3 O3ലാണ്, പിന്നെ D4 O3യിൽ. ഇത്രയും എഴുതിയിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഓരോന്നും ഇൻറ്റു ചെയ്യും. 6 × 6, 8 × 4, 2 × 9, 14 × 2, 1 × 6, 4 × 2. അതാണല്ലോ ഇവിടെ എഴുതിയിട്ടുള്ളത്. എന്നിട്ട് അതിന് ടോട്ടൽ ചെയ്താൽ 128 റുപ്പീസാണ് നമുക്ക് എന്ത് കിട്ടുക? ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആയിട്ട് കിട്ടുക. ഇതാണ് നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ യൂസ് ചെയ്ത് ചെയ്യുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ലോവസ്റ്റ് കോസ്റ്റ് എൻട്രി മെത്തേഡാണ്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയും.